ഹലോ വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സന്റെ മോർണിംഗ് തോട്ട്സ് എന്തായിരുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽ ആണ്, ജനറലൈസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. ഏത് പേഴ്സണൈസ്ഡ് റീഡിംഗ് ആണ്, റീഡിംഗ് ഫ്രീ അല്ല കേട്ടോ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. Divine, please guide me and the viewers and the person's morning thoughts എന്തായിരുന്നു. Please guide me. Politics, slowing down, the viewers and the person's completion, the viewers and the person's morning thoughts എന്തായിരുന്നു. Adventure, the Ten of Pentacles in the card. Please guide me, please guide me, divine angels, receptivity. Okay, the master, silence, letting go. Bottom of the deck, Two of Cups, Two of Pentacles, sorry, Two friendless in energies എന്ന് വെച്ച് കഴിഞ്ഞാൽ Two of Cups in energy ആണ് കേട്ടോ. എനിക്ക് ഈ ഒരു വ്യക്തിയുടെ മോർണിംഗ് എനർജീസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്, ഫസ്റ്റില് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനെ ഗിവ് അപ്പ് ചെയ്ത് പോയിട്ടുള്ള ഒരു കണക്ഷനാണ്. ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു കണക്ഷൻ വേണ്ട, ഈ ഒരു റിലേഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആള് പോയിട്ടുള്ളതാണ് ഈ ഒരു കണക്ഷൻ ഉപേക്ഷിച്ച്. ഓക്കെ, ബട്ട് ഉപേക്ഷിച്ച് പോയതിന് ശേഷം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒത്തിരി മൈൻഡ് ഗെയിംസ് കളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങളെ സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാല്യൂ തരാതിരുന്നിട്ടുണ്ട്. ശരിയായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഈ ഒരു കണക്ഷനിൽ എഫോർട്ട് എടുക്കാതിരുന്നിട്ടുണ്ട്, ഇതില് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതിരുന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരിയധികം കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ഇവിടെ ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടും ഈഗോ കാണിക്കുക, ആറ്റിറ്റ്യൂഡ് കാണിക്കുക, ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാതിരിക്കുക, സൈലന്റ് ട്രീറ്റ്മെന്റ് തരിക, എപ്പോഴും എപ്പോഴും ഒരു ഗിവർ എനർജിയിൽ, ഒരു ടേക്കർ എനർജിയിൽ നിൽക്കുക, നിങ്ങൾ എപ്പോഴും ഒരു ഗിവർ എനർജിയിൽ നിൽക്കുക. ഇങ്ങനെയുള്ള ഒരു എനർജി നിങ്ങളെ ഒരു തരത്തിലും ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ വെക്കാത്ത രീതിക്കുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഈ ഒരു കണക്ഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ബട്ട് സ്റ്റിൽ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെപ്പറേഷന്റെ ഫേസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. സെപ്പറേഷൻ ഫേസ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് ആണ്. ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയാതായിരിക്കാം മേ ബി ഈ ഒരു കണക്ഷൻ ഉണ്ടായത്. കുറച്ച് പേർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി ഒത്തിരിയധികം പൊളിറ്റിക്സ്, ഇറ്റ് മീൻസ് മൈൻഡ് ഗെയിംസ് കളിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഈ മൈൻഡ് ഗെയിംസ് കളിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, എന്നെ പറ്റിക്കുകയാണ്, ചതിക്കുകയാണ് എന്നുള്ള ഒരു റിയലൈസേഷനിൽ നിങ്ങൾ തന്നെ ആയിരിക്കും ഈ ഒരു കണക്ഷനിന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തത്, ഈ ഒരു വ്യക്തിക്ക് യാതൊരു വിധത്തിലുള്ള ആക്ഷനും എടുക്കാതെ. ഇത് കുറച്ച് പേരുടെ എനർജീസ് ആണ് കേട്ടോ, എല്ലാവരുടെ എനർജീസ് അല്ല. അങ്ങനെ രണ്ട് സിറ്റുവേഷൻസ് ആണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ടും ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. പ്രസന്റ് സിറ്റുവേഷനിലും ഈ ഒരു ബാലൻസിങ് എനർജീസ് ചേഞ്ച് ആയിട്ടൊന്നുമില്ല. സെയിം ആളുടെ മനസ്സിൽ ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള മനസ്സില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടും അതിനെ സ്വീകരിക്കാനായിട്ടും ഉള്ള ഒരു മനസ്സിൽ നമുക്കും ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു കണക്ഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. ഇല്ലായിരിക്കും, അത് ഇഷ്ടം ഉണ്ടെങ്കിൽ ഒരു അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു ഗ്രോത്തും ഉണ്ടാകത്തില്ല. അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവുള്ളൂ. എന്താണോ സിറ്റുവേഷൻ എക്സാക്ട് ആ ഒരു രീതിക്ക് ഇരിക്കുന്നുണ്ടാവുള്ളൂ. ഈ ഒരു വ്യക്തിയുടെ എനർജീസ് പ്രസന്റ് സിറ്റുവേഷനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ ഒരു കണക്ഷനെ വിറ്റിട്ട് പോയിട്ടുള്ള ഒരു എനർജിയാണ്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഒരു തോട്ട്സ് ഇവരുടെ മൈൻഡിലേക്ക് വരാറുണ്ട്. മേ ബി നിങ്ങൾ മോർണിംഗിൽ നിങ്ങൾ മെസ്സേജസ് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ടാവാം. മേ ബി അതായിരിക്കണം ഈ ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുള്ളത്. നമ്മളിപ്പം ഡെയിലി ഒരാളെ നമുക്ക് ഡെയിലി മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഒരു സെപ്പറേഷനിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വരുമ്പോൾ ജസ്റ്റ് നമ്മൾ നോക്കുന്ന ടൈമിൽ ആള്
എന്താ ആ ഒരു മെസ്സേജസ് ഇല്ല എന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ. നമ്മൾ എന്നും മെസ്സേജ് അല്ലെങ്കിൽ എന്നും നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരാളെ നമ്മൾ എന്നും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോലും ആ ഒരു റുട്ടൈൻ എന്നുള്ള ഒരു എനർജിയിലേക്ക് അത് മാറാറുണ്ട്. സോ ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവര് നിങ്ങളെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ, എനിക്ക് തോന്നുന്നു ഇവരുടെ ലൈഫിൽ പ്രസന്റ് സിറ്റുവേഷനിൽ എന്തോ ഒരു പ്രോബ്ലംസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു ഇഷ്യൂസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഇവർ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തിക്കുള്ള ഒരു റിഗ്രഷൻ എന്ന പോലെ ഒരു വ്യക്തിക്ക്. ബട്ട് പ്രസന്റ് സിറ്റുവേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവർക്കൊരു ഇൻകംപ്ലീഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർക്കറിയാം എല്ലാം എന്റെ ലൈഫിലുണ്ട്, പക്ഷെ എന്നാൽ പോലും എനിക്ക് എന്തോ ഒരു മിസ്സിംഗ് ഒരു എനർജി എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോന്നലാണ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഉള്ളത്. Please kindly universe, please kindly divine. Why here is politics? Morning thoughts, please guide me. Why here is politics? Please clarify politics part. Politics card and clarification. I need one card. Wheel of Fortune and ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഒത്തിരി അധികം മൈൻഡ് ഗെയിംസ് നിങ്ങളുടെ അടുത്ത് കളിച്ചിട്ടുണ്ട്. ഒത്തിരി അധികം മൈൻഡ് ഗെയിംസ്. അത് പലപ്പോഴും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഒരു പൊളിറ്റിക്സ് എന്നുള്ള ഒരു എനർജിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഗ്രോത്ത് ഒരു എന്തായാലും ഇല്ലാതായി പോയിട്ടുണ്ട്. ഗ്രോത്ത് മീൻസ് ഇപ്പൊ നമുക്ക് ട്രസ്റ്റ് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ എന്താ പറയുക, ട്രസ്റ്റ് ഇഷ്യൂസ് ക്രിയേറ്റ് ആവുന്ന രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യുക, ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിട്ട് മാറുക. സോ ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ. ഇവര് എക്സാക്ട് എന്താണോ അത് നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും നിങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്തു, നിങ്ങൾ വിചാരിച്ച ഒരു കണക്ഷനിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ചേഞ്ചസ് വരും, നിങ്ങളുടെ ഫേവറിൽ സിറ്റുവേഷൻസ് ഔട്ട് ആവും, നിങ്ങളുടെ ഫേവറിൽ സിറ്റുവേഷൻസ് വരും, റിലേഷൻഷിപ്പ് എഗെയിൻ ഓക്കെ ആകും, ഫൈൻ ആകും, ഒരു ഡിവൈൻ ടൈമിംഗ് വരും എന്നൊക്കെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ നിങ്ങളുടെ ഫീൽ ചെയ്യുന്നുള്ളത് കേട്ടോ. ബട്ട് ഈ ഒരു ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സമയം ഇവരുടെ ഫേവറിലല്ല ഉള്ളത്. ഈ ഒരു കണക്ഷനിൽ യാതൊരു തരത്തിലുള്ള ഒരു പ്രോഗ്രസ്സും ഉള്ളതായിട്ട്, അല്ലെങ്കിൽ ഇനി ഒരു പ്രോഗ്രസ് ഉണ്ടാകുമെന്ന് ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നില്ല എന്നുള്ള ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ഓൾറെഡി ഇവർക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ പോലും ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ഇവർ വെച്ചിട്ടുണ്ട്. സോ ആ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് എന്താണ്, അത് സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു സൈലൻസിന്റെ കാർഡും മാസ്റ്ററിന്റെ കാർഡും വന്നിട്ടുള്ളത്. ഇപ്പം എന്തെങ്കിലും ഒരു ഹോപ്പ് ഈ ഒരു കണക്ഷനിൽ ഉണ്ടാവണമെങ്കിൽ തന്നെ എന്ത് വേണം, ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കണം, ഈ ഒരു വ്യക്തി ഒരു എഫോർട്ട് എടുക്കണം. ബട്ട് ഈ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു എഫോർട്ട് എടുക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഇല്ല. ഇയാൾ അങ്ങനെ ഒരു എഫോർട്ട് എടുക്കത്തില്ല. ബിക്കോസ് ഇത് മാസ്റ്റർ ആണ്, അല്ലെങ്കിൽ എംബ്രർ ആണ്. എംബ്രർ ഒരിക്കലും എന്താണ് യാതൊരു വിധത്തിലുള്ള എഫോർട്ടുകളും എടുക്കാറില്ല, ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാറില്ല. ബിക്കോസ് എംബ്രറിന്റെ എനർജീസ് ഭയങ്കരമായിട്ടും കൺട്രോളിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ആൾക്കാള് പറയുന്നത് പോലെ കാര്യങ്ങൾ നിൽക്കണം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി, ആ ഒരു എനർജി. Why he is slowing down divine? Why he is slowing down? Page of Wands. Why he is completion? ഫസ്റ്റ്ലി പേജ് ഓഫ് വാൻസിന്റെ കാർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വ്യക്തി ഒരു കണക്ഷനിൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവർ പ്രയോറിറ്റി വെച്ചിട്ടുള്ളത്. ഇവർക്ക് ഇവരുടെ ഹാപ്പിനെസ്, ഇവരുടെ കൂട്ടുകാര്, ഇവരുടെ സന്തോഷം, അതാണ് ഇവരുടെ മെയിൻ ആയിട്ട് ഫോക്കസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ മെയിൻ ഫോക്കസ് അതായിരുന്നു. ഇവർക്ക് ഫാമിലിയെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ അങ്ങനെ, ഫാമിലിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടോ ഒന്നും ഈ ഒരു വ്യക്തിക്ക് യാതൊരു വിധത്തിലുള്ള ചിന്തയോ ഉണ്ടായിട്ടില്ല. ഇവർക്ക് കൂട്ടുകൂടുക, മറ്റുള്ള കാര്യങ്ങളിൽ എന്താ ലൈഫ് മൊത്തം എൻജോയ് ചെയ്ത് നടക്കണം, ഒരിടത്തും കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാതെ. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം അത് ഇയാളെന്നുള്ള ഒരു എനർജിയാണ്. കമ്മിറ്റ്മെന്റ് ആരുടെങ്കിലും ഉണ്ടോ, അത് ഈ ഒരു വ്യക്തിയോട് ഇയാൾക്കുള്ളൂ എന്നുള്ളൊരു മട്ടും ഭാവമാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ ഉള്ളത്. ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഒബ്സ്റ്റക്കിൾസും ചാലഞ്ചസും ഉണ്ടാക്കി വെക്കുന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി ഇയാൾക്ക് ഒത്തിരി അധികം കൂട്ടുകാരുണ്ടായിരിക്കാം. ഒത്തിരി കൂട്ടുകാർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എല്ലാവരുടെ അടുത്ത് കമ്പനി അടിച്ച് കൂട്ടുകൂടി
എന്താ മാക്സിമം എന്താ ഓരോരോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. നമ്മൾ പറയത്തില്ലേ പൊളിറ്റിക്സിന്റെ കാർഡ് വരുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും പേജ് ഓഫ് വാൻസിന്റെ എനർജി. ബിക്കോസ് പൊളിറ്റിക്സ് എന്താണ്, മൈൻഡ് ഗെയിംസ് കളിക്കുക, മറ്റുള്ളവരെ പറ്റിക്കുക, മറ്റുള്ളവരെ എന്താ ഒരു വ്യക്തിനെ എങ്ങനെയാണ് കയ്യിലെടുക്കേണ്ടതെന്ന് ഈ ഒരു വ്യക്തിക്കറിയാം. ഈ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കൊണ്ട് എങ്ങനെ എന്റെ കാര്യം നടത്തിയെടുക്കണം എന്ന് ഈ ഒരു വ്യക്തിക്കറിയാം. വളരെയധികം മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി, മാനിപ്പുലേറ്റ് ചെയ്യുക മറ്റുള്ളവരെ. അത്രയ്ക്കും ബ്രേവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും ഈ ഒരു വ്യക്തിനെ. ബട്ട് കണ്ടു കഴിഞ്ഞാൽ പറയുന്നുണ്ടാവില്ല ഇത്രയ്ക്കും എന്താ മൈൻഡ് ഗെയിംസ് കളിക്കുന്നു, പൊളിറ്റിക്സിന്റെ എനർജിയിൽ നിൽക്കുന്നു, ഒരു പേജ് ഓഫ് ഫാൻസിന്റെ എനർജി അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയില്ല. കണ്ടാൽ ജെനുവിനാണ്, ലോയലാണ്, ആള് ഡീസന്റ് ആണെന്നായിരിക്കും പറയുന്നുണ്ടാവുക. ബട്ട് എക്സാക്ട് എനർജീസ് ക്യാരക്ടർ ഈ ഒരു വ്യക്തിയുടെ ഇതാണ്. ഓക്കെ, ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. നിങ്ങളെ കഴിഞ്ഞ് യങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം ഡീൽ ചെയ്യുന്നുള്ളത് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ യങ് ആയിരിക്കാം ഈ ഒരു വ്യക്തിയെ കഴിഞ്ഞു. ഓക്കെ, ഇവിടെ എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. എന്താണ് എക്സാക്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതെന്ന് അറിയാനായിട്ട് ഒരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം. അതല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങളുടെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ടാവും. മൂന്നാമത്തെ ഒരു സിനാരിയോ എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഫ്രണ്ട് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു എനർജിയിലായിരിക്കാം ഈ ഒരു കണക്ഷൻ പോയിട്ടുള്ളത്. ബട്ട് ഒരാൾക്ക് ഫ്രണ്ട് എന്നതിൽ കൂടുതലായിട്ടൊരു എനർജി ഒരു കണക്ഷനിൽ ഫീൽ ചെയ്തത് കൊണ്ട് തന്നെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവാം. എഗെയിൻ ആ ഒരു വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾക്ക് അങ്ങനെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു എനർജി ആയിരിക്കാം നിങ്ങളോട്. ബട്ട് എനിക്ക് ഇവിടെ നോക്കുമ്പോൾ രണ്ടിടത്തുനിന്നും ഒരു 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. എന്ന് വെച്ചാൽ ഈക്വൽ ലവ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ലൈക്ക് നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു ഈക്വൽ ഗിവൻ ടേക്ക് ഉണ്ട് ഈ ഒരു കണക്ഷനിൽ. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഇവിടെ ഈക്വൽ ഗിവൻ ടേക്ക് ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ആ ഒരു സ്നേഹം പ്രാക്ടിക്കലായിട്ട്. ആ ഒരു വ്യക്തി നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടാവാം. ബട്ട് ഈ ഒരു ടൈമിൽ അവർ തന്നെ സെപ്പറേറ്റഡ് ആയിട്ട് പോയിട്ടും ഉണ്ടാവാം. ബട്ട് എന്നാലും നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ കൂട്ടുകാരോട് നിങ്ങളുടെ വിവരങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ആ ഒരു എനർജീസും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് വൈ ഹിയർ ഈസ് അഡ്വഞ്ചർ ഡിവൈൻ. Why here is letting go. Hierophant. കിങ് ഓഫ് സോർട്സിന്റെ എനർജീസ് ആണ്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഒരു കണക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ ഇനി എഫേർട്ട് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടാസ്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഒരു കണക്ഷൻ അത്രയ്ക്കും ഈ ഒരു എന്താ എൻഡിങ് എനർജിയിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ എൻഡായി പോയിട്ടുണ്ട് എന്നുള്ള ഒരു സ്റ്റേജിലാണ് ഇവിടെ നിൽക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു കണക്ഷനിൽ എഫേർട്ട് എടുക്കുന്നത് ഇയാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നുള്ളത്. Why here is letting go divine? Why here is letting go? Queen of Wands. Four of Swords. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം നിങ്ങളുടെ കണക്ഷനിൽ. തേർഡ് പേഴ്സൺ നിങ്ങളുടെ കണക്ഷനിൽ ഇന്റർഫിയർ ആയിട്ടുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഈഗോയും ആറ്റിറ്റ്യൂഡും ആയിരിക്കാം നിങ്ങളുടെ കണക്ഷനിൽ 3 ഓഫ് സോഴ്സ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നുള്ളത്. നല്ല രീതിക്ക് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എഗെയിൻ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ക്ലാരിറ്റി തരാതിരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ആണ് ഈ ഒരു സ്ട്രോങ് ആയിട്ട് ഈ ഒരു കണക്ഷനിൽ വേണ്ടത്, അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്ത് എന്തിനാണ്, ഒരു കമ്മിറ്റ്മെന്റ് ഇങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്നുള്ള ഒരു എനർജിയിലായിരിക്കാം നിങ്ങൾ മൂവ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇവിടെ ഈ 2 ഓഫ് കപ്സ് ഉണ്ടായിട്ട് പോലും ഒരു വ്യക്തി അത് എക്സ്പ്രസ് ചെയ്യാനോ അത് നിങ്ങൾക്ക് വേണ്ടി തരാനായിട്ട് ഒരു വ്യക്തി റെഡി അല്ലാത്തൊരവസ്ഥയാണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളെ പലപ്പോഴും സ്റ്റക്ക് ആക്കി വെക്കുക സിറ്റുവേഷൻസിൽ, ക്ലാരിറ്റി തരാതിരിക്കുക, നിങ്ങളെ പോകാൻ അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ നിൽക്കുന്ന ടൈമിൽ അവിടെ ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. ഫ്രണ്ട്ഷിപ്പ് ആണോ ചോദിച്ചാൽ ഫ്രണ്ട്ഷിപ്പ് ആണ്, റിലേഷൻഷിപ്പ് ആണോ ചോദിച്ചാൽ എക്സാക്ട് ഒരു സിറ്റുവേഷൻഷിപ്പ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഒരു സിറ്റുവേഷൻഷിപ്പിൽ കൂടി ആയിരിക്കാം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. അവിടെ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ്സ് എന്നുള്ള ഒരു എനർജി ആയിരിക്കാം. ഫ്രണ്ട്സ് ആണോ ചോദിച്ചാൽ അയാളോട് ചോദിക്കുമ്പോൾ അയാൾ ഫ്രണ്ടാന്ന് പറയും. റിലേഷൻഷിപ്പ് ഞാൻ നിനക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും തന്നില്ലല്ലോ എന്നുള്ള ഒരു എനർജിയിലേക്ക് സംസാരിക്കുന്നുണ്ടാവും കൂടുതലായിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്ക് ഈ ഒരു പേഴ്സന്റെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. Why here is silence?
സിക്സ് ഓഫ് കോയിൻസിന്റെ എനർജീസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്കിലേക്ക്. സോറി, സെവൻ ഓഫ് കോയിൻസിന്റെ എനർജീസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്കിൽ. സിക്സ് ഓഫ് കോയിൻസ് ആൻഡ് എയ്റ്റ് ഓഫ് കോയിൻസ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കോയിൻസിന്റെ എനർജി തന്നെ പ്രാക്ടിക്കാലിറ്റി കാണിക്കുന്ന കാർഡ്സുകളാണ്. ഈ ഒരു വ്യക്തി വളരെ പ്രാക്ടിക്കൽ ആണ് എന്നുള്ള ഒരു എനർജിയാണത് നമുക്ക് ഗൈഡ് ചെയ്യുന്നുള്ളത്. കൂടുതലായിട്ടും ഇവിടെ കപ്സിന്റെ ഇമോഷൻസ് ടു ഓഫ് കപ്സ് മാത്രമേ വന്നിട്ടുള്ളൂ, അല്ലാതെ ഫുൾ പ്രാക്ടിക്കൽ എനർജി, കൂടുതലായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജി, അവനവന്റെ കാര്യം മാത്രം നോക്കുന്ന ഒരു എനർജി. ഇവിടെ ഒരു സെവൻ ഓഫ് കോയിൻസിന്റെ എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് ശരിക്കും ഈ ഒരു കണക്ഷനിൽ ഒരു വിക്ടം എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്തെന്നല്ല ആള് ചിന്തിക്കുന്നത്. ഞാൻ ഇത്ര എഫേർട്ട് എടുത്തു, എന്നിട്ട് എനിക്ക് ആ ഒരു എഫേർട്ടിന് യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റ്സും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിക്ക് നിൽക്കുന്ന ഒരു എനർജീസ് ഈ ഒരു വ്യക്തിയുടെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. നിങ്ങളൊരു എഫേർട്ടും എടുത്തിട്ടില്ല, ഇവരാണ് എഫേർട്ട് എടുത്തിട്ടുള്ളത്. എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവർക്കാണെന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ ഇവർ ചിന്തിക്കുന്നുള്ളത്. ഇവിടെ രണ്ട് കാർഡ്സും അത് തന്നെയാണ് പറയുന്നുള്ളത്. അപ്പം ഇവര് സൈലന്റ് ആയിട്ടിരിക്കുന്നതിന് ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ പറ്റിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ ചതിച്ചു എന്നുള്ള ഒരു എനർജി ഇവര് മനസ്സിൽ വെച്ചുകൊണ്ടാണ്. കാരണം നിങ്ങൾ ഈ ഒരു കണക്ഷൻ ലെറ്റ് ഗോ ചെയ്തു പോയി. ലെറ്റ് ഗോ ചെയ്തതിന് റീസൺ ഇയാളുടെ ക്യാരക്ടർ ഇയാളുടെ ആണെന്നുള്ളൊരു ഞാനത് എഫേർട്ട് എടുക്കാത്തതുകൊണ്ടാണ് ഈ ഒരു കണക്ഷൻ നിങ്ങൾ പോയിട്ടുള്ളതെന്ന് അവരത് ചിന്തിക്കുന്നില്ല. എന്നെ ഇട്ടേച്ച് പോയി എന്നുള്ള ഒരു എനർജിയിലാണ് ഇവിടെ. അവിടെയും ഈഗോയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ശരിക്കും നിങ്ങൾ പോയത് ഓർത്തിട്ട് ഇവര് സങ്കടപ്പെടുകയാണ്. എന്നെ പറ്റിച്ചിട്ട് പോയി, എന്നെ ചതിച്ചും പോയി, ഞാൻ മാത്രമാണ് പെയിനിലുള്ളത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അടിച്ചു പൊളിക്കുകയാണ്. അവർക്ക് എന്റെ കാര്യങ്ങളൊന്നും അറിയണ്ട, അവര് സന്തോഷത്തോടെ മൂവ് ഓൺ ചെയ്തു. എന്നെ പറ്റിച്ചു എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത്. അപ്പം ചില സമയങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ഫേവറിൽ നമ്മൾ മാത്രം സംസാരിക്കാറുണ്ട്. ബട്ട് റിയാലിറ്റി എന്ന് പറയുന്നത് അതായിരിക്കില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ എടുത്തിട്ടായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരായിരിക്കും ഡിസേർവ് ചെയ്യുന്നുണ്ടാവും ഒരു ജസ്റ്റിസ്. പക്ഷെ പലപ്പോഴും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം, നമ്മുടെ ഈഗോയെ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മൾ പറയും നമ്മളുടെ മിസ്റ്റേക്ക് ആണെന്നുള്ള രീതിക്ക് നമ്മൾ പല കാര്യങ്ങളും സാധൂകരിച്ച് പറയണം. പൊതുവെ മനുഷ്യരെല്ലാവരും അങ്ങനെ തന്നെയല്ല. ഈ പറഞ്ഞ ഞാനും നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ നമ്മുടെ ഫേവറിനെ സംസാരിക്കുകയുള്ളൂ. ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മിസ്റ്റേക്ക് ആണെന്ന് പറയില്ല. അപ്പം ഇവിടെ ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് എന്താ പറയുക, എയ്റ്റ് ഓഫ് കോയിൻസിന്റെ എനർജീസ് ആണ്. നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു എനർജി. എനിക്ക് അതുകൊണ്ട് ഈ ഒരു കണക്ഷൻ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമാണ്. ഞാൻ മാത്രം ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഓർത്തിട്ടും ഈ ഒരു വട്ടം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറിയെ കുറിച്ചിട്ട് ഓർത്തിട്ടും സങ്കടപ്പെടുന്നത് ഞാൻ മാത്രമാണ് എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. ഇവര് നല്ല രീതിക്ക് ഹേർട്ടഡും ആണ്. നമുക്ക് ഹേർട്ട് ആണെന്ന് കാണുമ്പോൾ അറിയാം. പക്ഷെ ഈ ഒരു ഹേർട്ട് ആയിരിക്കേണ്ട എനർജീസിന്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും ഇയാൾ ആക്ഷൻ എടുത്ത തീരാവുന്ന പ്രശ്നങ്ങളെ ഈ ഒരു കണക്ഷനിലുള്ളൂ. ബട്ട് അതിന് ഈ ഒരു വ്യക്തി റെഡിയല്ല എന്നുള്ളതാണ്. My very receptivity divine. Strength and Eight of Swords, Knight of Swords. സ്ട്രെങ്ത് കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു സ്ട്രെങ്ത് കാർഡിന്റെ എനർജീസ് പറയുന്നുള്ളത് ഇന്നർ സ്ട്രെങ്തിനെയാണ്. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഈ ഒരു കണക്ഷനിൽ എഫോർട്ട് ഇടുന്നതും ഒരു എന്താ പറയാ ഒരു അഡ്വഞ്ചർ അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ പോലെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. വലിയൊരു ടാസ്ക് ആണെന്നാണ് ഈ ഒരു വ്യക്തി വിശ്വസിക്കുന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു എനർജിയിൽ ഞാൻ എന്തിനാ പിന്നെ എഫോർട്ട് എടുക്കുന്നത്? ഞാൻ എന്റേതായിട്ടുള്ള സെൽഫ് റെസ്പെക്റ്റും എന്റേതായിട്ടുള്ള ആ ഒരു എനർജി വെച്ചുകൊണ്ട് ഞാൻ അനങ്ങാതിരുന്നാൽ പോരെ എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു കുട്ടി ഇതിന്റെ ആ ഒരു ഷീൽഡിന്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ലൈക്ക് അത് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാണ്. വേണമെങ്കിൽ അതിൽ സ്കൂട്ടി ചെയ്ത് പോവാം. പക്ഷെ ആ സോഴ്സ് അത്രയ്ക്കും സ്റ്റക്ക് ആയിട്ടൊന്നും അല്ല ഇരിക്കുന്നുള്ളത്. രക്ഷപ്പെടാനായിട്ടുള്ള മാർഗമുണ്ട്, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാനായിട്ടുള്ള ഒരു ഇതുണ്ട്. പക്ഷെങ്കിൽ അതിന് ആ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ അത് ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം പലപ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള തോട്ട്സിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കാറുണ്ട്. നമ്മൾ ആ ഒരു തോട്ട്സ് ആയിരിക്കും നമ്മളെ മുന്നോട്ട് പോവാതെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഇയാൾ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഓവർ തിങ്ക് ചെയ്ത് ഇയാളുടെ സെൽഫ് റെസ്പെക്ട് പോകും എന്നുള്ള ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തി ഇവിടെ ഒരു ആക്ഷൻ എടുക്കാതിരിക്കുകയാണ് അനങ്ങാതെ. അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. അതാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു ആക്ഷൻ കാണാൻ പറ്റാത്തത്. നിങ്ങൾ ഫീലിങ്സ് ഒക്കെ കാണുമ്പോഴും ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, പക്ഷെ ആക്ഷൻ വരുന്നില്ലാത്തതിന് റീസൺ സ്ട്രെങ്ത് ഇല്ലാത്തതാണ്, ഇന്നർ സ്ട്രെങ്ത്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ ഓടുന്നുണ്ടെന്ന് പറഞ്ഞാലും എല്ലാത്തിനും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു മൂഡ് വരണം, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എന്നുള്ള ഒരു എനർജിയിലേക്ക് ഒരു വ്യക്തി വരണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി റെഡിയല്ല. ഇയാളെ സെൽഫ് ഡിഫൻസിന്റെ എനർജിയാണ്. ഞാൻ ഹേർട്ട് ആവാൻ പാടില്ല. അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഞാൻ അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരെന്നെ നല്ല സ്നേഹത്തോടെ തന്നെ സ്വീകരിക്കണം. അല്ലാതെ അതിൽ അവരെന്നെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ
എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു എനർജി, ഞാനത് ഹേർട്ട് ആവും ഭയങ്കരമായിട്ടും, ഞാൻ ഒരിക്കലും ഹേർട്ട് ആവാൻ പാടില്ല എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഇത് മാത്രമല്ല, ഇത്രയൊക്കെ പ്രോബ്ലംസ് ക്രിയേറ്റ് ആയതിനു ശേഷം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല തന്നെ ഒരു എനർജിയിലാണ് ഇവരിവിടെ നിൽക്കുന്നുള്ളത്. അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല അല്ലെ, അത്രയ്ക്കും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിൽ അത്രയ്ക്കും ബോറായിട്ടാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പിന്നെ നമ്മൾ ഒരാളെ ട്രീറ്റ് ചെയ്തിട്ട് മോശമാണെന്ന് നമുക്ക് തന്നെ അറിയാമെങ്കിൽ നമ്മൾ പോകാനായിട്ട് അങ്ങോട്ടേക്ക് പേടിക്കുന്നുണ്ടാവും. സെയിം എനർജീസ് ആണ് ഇവിടെ ഈ ഒരു വ്യക്തിക്കുള്ളത്. നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയത് കൊണ്ട് ഇനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സെയിം അതുപോലെ നിങ്ങൾ ഇവരെ ട്രീറ്റ് ചെയ്യുന്നുള്ള ഒരു ഫിയർ ഈ ഒരു വ്യക്തിക്കുണ്ട്. ബട്ട് ഇവരുടെ മൈൻഡിൽ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് ഓടി വന്ന് നിങ്ങളുമായിട്ട് കണക്ട് ആവണമെന്ന്, നിങ്ങളോട് സംസാരിക്കണം എന്നും ഒക്കെ ആഗ്രഹങ്ങൾ വരാറുണ്ട്. പക്ഷെ അതെല്ലാം സപ്രസ് ചെയ്ത് വെക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നുള്ളത്. മൈ ഹിയർ ഈസ് റണ്ണിങ് ആസ് ഡിവൈൻ പ്രോഗ്രസ് ആൻഡ് ടേൺ ഓഫ്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ഈ ഒരു കണക്ഷനിൽ പ്രോഗ്രസ് വേണം എന്നാണ് ഇവരുടെ മൈൻഡിലുള്ളത്. പക്ഷെ എങ്ങനെ ആ ഒരു പ്രോഗ്രസ് വരും, എങ്ങനെ ഈ ഒരു കണക്ഷനെ ചേഞ്ച് ചെയ്യുക, എങ്ങനെ ഒരു കണക്ഷനെ ഇവരുടെ ഫേവറിൽ കൊണ്ടുവരും എന്ന് മാത്രം ഇവർക്ക് അറിയത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ കറക്റ്റ് ടൈമിൽ എഫോർട്ടോ ആക്ഷൻസും എടുക്കുമ്പോഴായിരിക്കും അതിനൊരു ഇതുണ്ടാവുന്നത്. നമ്മൾ പറയില്ലേ, സം സെക്കൻഡ് ചാൻസസ് ആർ ടു കോസ്റ്റ്ലി എന്ന് പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ സെക്കൻഡ് ചാൻസസ് മാത്രമല്ല, നിങ്ങൾ ഇപ്പൊ തേർഡോ ഫോർത്തോ ഫിഫ്തോ ആയിട്ടുള്ള ചാൻസസ് ആയിരിക്കും ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുള്ളത്. പക്ഷെ ഈ ഒരു വ്യക്തി ചേഞ്ച് ആയിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴും സെയിം മിസ്റ്റേക്ക് തന്നെ കാണിക്കുമ്പോഴേക്കും നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നെക്സ്റ്റ് ടൈം വന്നാലും ഇയാൾ ഇത് തന്നെ കാണിക്കുള്ളൂ എന്നുള്ള ഒരു എനർജി വരില്ലേ. സോ ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല ഇപ്പൊ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, യെസ് ഈ ഒരു വ്യക്തി വന്നിട്ടുണ്ട്, ഇനി നെക്സ്റ്റ് എന്താ നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഇൻഡ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാവും. കാരണം എല്ലാ ടൈമിലും ഇതൊക്കെ തന്നെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ഓൺ ആൻഡ് ഓഫ് എനർജീസിൽ നിന്നിട്ടുണ്ട്. വരുമ്പോഴും ലൈക്ക് നമ്മൾ എന്താ തോന്നുമ്പോൾ പോവുക, തോന്നുമ്പോൾ വരിക എന്നുള്ള ഒരു എനർജി ഇടില്ല. ആ ഒരു എനർജിയിൽ ഒരു വ്യക്തി ഒത്തിരി അധികം ഇരുന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ തോട്ട്സ് മെയിൻ ആയിട്ടും ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളെ കുറിച്ചിട്ട് തോട്ട്സ് ഒത്തിരി അധികം തോട്ട്സുകൾ വരാറുണ്ട്. അതൊരു നഷ്ടബോധത്തിന്റെ ഒരു എനർജിയിലേക്കാണ് നിൽക്കുന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ളൂ എന്ന്. പക്ഷെ അറ്റ് ദ സെയിം ടൈമിൽ തന്നെ ഞാനായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞതല്ല, അവരായിട്ട് തന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയതാണ് എന്നുള്ള രണ്ട് തോട്ട്സുകൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ, ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ മൈൻഡിൽ വരാറുണ്ട്. ബട്ട് ഡോണ്ട് വറി, ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണിന്റെ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് സോർഡ്സ് ആയിരുന്നു. സോ ഇവിടെ ഒരു ആക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ പേജ് ഓഫ് ഹാൻഡ്സിന്റെ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. ബട്ട് പേജസിനെ നമുക്കൊരു ആക്ഷൻ ആയിട്ട് പറയാൻ ഒക്കത്തില്ലെങ്കിലും ഇവിടെ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫേവറിൽ ടൈം വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറിൽ ഇപ്പോ നിങ്ങളുടെ ഫേവറിലാണ് ഇപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. സോ നിങ്ങൾ ലെറ്റിംഗ് ഗോ ചെയ്തിട്ടുണ്ടല്ലേ, ഈ ഒരു കണക്ഷൻ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടിപൊളി കാര്യമാണ്. സോ അങ്ങനെ തന്നെ കീപ് ഗോയിങ്, ആ ഒരു എനർജിയിൽ തന്നെ പോവുക. അത് നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ടാവും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.